അങ്ങനെ നമ്മൾ അടുത്ത പ്ലോട്ടിൽ വാഴ വയ്ക്കാൻ പോവാണ്. ഇത്തവണ നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടി, നമ്മൾ ഒരു കുഴിയിൽ 2 വാഴയാണ് വയ്ക്കുന്നത്. ഇത് 1 വർഷം പ്രായമായ റബ്ബർ തോട്ടമാണ്. നമ്മളാണ് ഇവിടെ റബ്ബർ പ്ലാന്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം നമ്മളിവിടെ പച്ചമുളകാണ് കൃഷി ചെയ്തത്. ഇക്കൊല്ലം നമ്മളിവിടെ വാഴ വയ്ക്കാൻ പോവാണ്. ഹിറ്റാച്ചി ഉപയോഗിച്ചാണ് നമ്മൾ വാഴയ്ക്ക് കുഴി കുത്തുന്നത്. നമ്മൾ ഹിറ്റാച്ചി വെച്ച് കുത്താനായിട്ട് ഒരു കോലിൽ അളവെടുത്തിട്ടുണ്ട്. ആ അളവനുസരിച്ചാണ് ഓരോ കുഴി തമ്മിലുള്ള അകലം നമ്മൾ തീരുമാനിക്കുന്നത്. ഹിറ്റാച്ചി വെച്ച് കുഴി കുത്തുമ്പോൾ നമുക്ക് കുഴിക്ക് നല്ല ആഴം ഉണ്ടാകുന്നു. അതുമാത്രമല്ല, മണ്ണ് നല്ലപോലെ ഇളകുന്നതുകൊണ്ട് നല്ല രീതിയിലുള്ള വേരോട്ടവും നമ്മൾ വാഴയ്ക്ക് ലഭിക്കുന്നു. ഒരു കുഴിയിൽ നമ്മൾ 2 വാഴ വെക്കുന്നതുകൊണ്ട് സാമാന്യം വലിയ കുഴിയാണ് നമ്മൾ കുത്തുന്നത്. കുഴി കുത്തിക്കഴിഞ്ഞാൽ നമ്മൾ അടുത്ത പരിപാടി ഡോളമൈറ്റ് ഇടുന്നതാണ്. നമ്മൾ അപ്ടെക്കിന് ഡോളമൈറ്റാണ് യൂസ് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം നമ്മൾ മഞ്ചേരിക്കുളം ചെയ്തപ്പോഴും അപ്ടെക്കിന് ഡോളമൈറ്റാണ് നമ്മൾ ഉപയോഗിച്ചത്. നമ്മൾ 250 ഗ്രാം ഡോളമൈറ്റാണ് ഒരു വാഴക്കുഴി ഇടാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്ഥിരം ചെയ്യുന്ന പോലെ ഒരു പാത്രം വെട്ടിയെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 249 ഗ്രാം ഉണ്ട്. നമുക്ക് ഒന്നുകൂടെ അളന്ന് നോക്കാം. നമ്മൾ എന്തിട്ടാലും ഇങ്ങനെ അളന്ന് കൃത്യമായിട്ട് ഇടുന്നതുകൊണ്ട് ഒരു വാഴയ്ക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന അളവിലുള്ള വളമാണേലും ഡോളമൈറ്റ് ആണെങ്കിലും എന്താണെങ്കിലും കൃത്യമായി ലഭിക്കുന്നു. ഇപ്പം നമുക്ക് കാണാൻ സാധിക്കും, നമ്മൾ അളന്നെടുത്തിരിക്കുന്നത് കൃത്യം 250 ഗ്രാം തന്നെയുണ്ട്. ഇങ്ങനെ ചെയ്യുന്ന വഴി ഒരു വാഴയ്ക്ക് പോലും ഒട്ടും കുറവില്ലാത്ത രീതിയിൽ നമുക്ക് ഡോളമൈറ്റ് ഇടാൻ സാധിക്കും. ഇവിടെ നമ്മൾ 8 അടി അകലത്തിലാണ് വാഴയ്ക്ക് കുഴി കുത്തിയിരിക്കുന്നത്. ഒരു വരിയിലെ വാഴകൾ തമ്മിൽ 8 അടിയും വരികൾ തമ്മിൽ 10 അടിയും അകലം കിട്ടുന്ന രീതിയിലാണ് നമ്മളിവിടെ വാഴക്കുഴി കുത്തിയിരിക്കുന്നത്. നമ്മൾ കുത്തിയ കുഴിയുടെ മുകളിൽ 250 ഗ്രാം അളവിലാണ് ഓരോ കുഴിയിലിടുന്നത്. ഡോളമൈറ്റ് ഇട്ടതിന് ശേഷം നമ്മളിവിടെ കോഴിവെള്ളം ഇടും. 2 കിലോ കോഴിവെള്ളമാണ് ഒരു കുഴിയിലോട്ട് നമ്മളിടാൻ ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം നമ്മൾ തൂമ്പ ഉപയോഗിച്ച് ഇളക്കി യോജിപ്പിക്കുന്നു. നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നനയ്ക്കുന്നു. നനച്ചതിന് ശേഷം ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മൾ വാഴ നടാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ മഞ്ചേരിക്കുളനും മേട്ടുപ്പാളയവും തേനിയും ആറ്റുനീന്തണുമാണ് നടാൻ പോകുന്നത്. കുള്ളൻ്റെ കുഴികൾ തമ്മിൽ 7 അടി അകലത്തിലും മേട്ടുപ്പാളത്തിൻ്റെ കുഴികൾ തമ്മിൽ 8 അടി അകലത്തിലും ആറ്റുനീന്തറിൻ്റെയും തേനിയുടെയും കുഴികൾ 10 അടി അകലത്തിലുമാണ് നമ്മൾ ഇവിടെ കുത്തിയിരിക്കുന്നത്. ഈ തോട്ടത്തിൻ്റെ അപ്പുറത്ത് കാണുന്നതാണ് നമ്മുടെ ആറ്റുനീന്തറിനും മഞ്ചേരിക്കുളനും നിൽക്കുന്ന തോട്ടം. റബ്ബർ നടുമ്പോൾ തന്നെ വാഴ വെച്ചാൽ റബ്ബർ വളരുകയില്ല. അതുകൊണ്ട് നമ്മൾ 1 വർഷം കഴിഞ്ഞ ശേഷമാണ് വാഴ വെച്ചിരിക്കുന്നത്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ.